ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന്. എന്റെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. ഞാൻ വഅദിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിന്റെ തൊട്ടുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവെ, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. എന്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാ ഞാൻ ഇന്ന് വേദന കയറിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാഹ്, എന്റെ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്നോട് സംഘാടകർ ചോദിച്ചു, ഉസ്താദ് എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഅദ് പറയും ഇൻഷാ അല്ലാഹ്. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോണിലെടുത്തപ്പോൾ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇന്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ ഉമ്മാൻ എനിക്ക് വലിയ ഇഷ്ടമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാ. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു തോന്നലുമ്മ, ഉമ്മാനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എന്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ? എനിക്കത് കേട്ടപ്പോ, ആ മരണവാർത്ത കേട്ടപ്പോ എല്ലാരും എന്റെ മുഖത്ത് നോക്കി. എല്ലാരും എന്റെ കൂടെ നിന്നവരൊക്കെ എന്റെ മുഖത്ത് നോക്കി, ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എന്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം, ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശ്രമിക്കടോ. വെറുതെ കിട്ടൂല. കാരണം എന്റെ വീട്ടിൽ ഏത് കാര്യത്തിന് ഞാൻ ഉണ്ടാകില്ല. എന്റെ വാപ്പാട് ആണ്ടിന് പോലും ഞാൻ വീട്ടിലുണ്ടാകില്ല. പക്ഷെ ഈ അടുത്ത സമയത്ത് എന്റെ ഉമ്മ 2 ആഴ്ചയായി സുഖമില്ലാതെ ഐസിയുവിൽ കിടന്നപ്പോ ഉമ്മാടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഞാനാ. ഇന്നലെയും ഉമ്മാന്റെ അടുക്ക പോയി ഭക്ഷണം വാരി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുമ്മനവും കൊടുത്ത് സ്നേഹത്തോടെ ഇറങ്ങി വന്ന ആളാ. അപ്പൊ അതുകൊണ്ട് ഉമ്മാന് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും ഉമ്മ. കാരണം അള്ളാഹു നിങ്ങൾക്ക് 8 മക്കളെ തന്നു. 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എല്ലാത്തിനെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? എല്ലാ മക്കളെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫിളീങ്ങളാക്കിയില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് 39 വയസ്സുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഉമ്മ എടാ എന്ന് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഐസിയുവിനകത്ത് കിടന്നപ്പോഴാ. ഉമ്മായ്ക്ക് അതിനകത്ത് കിടന്നിട്ട് ദേഷ്യം വന്നിട്ട്, എടാ പോയി ബില്ലടക്കടാ, എന്നെ എടുത്തോണ്ട് പോടാ, എടാ എന്ന് വിളിച്ചത് ആദ്യമായിട്ടാ. എനിക്കന്ന് അത്ഭുതമായിരുന്നു. അത്രയും പാവമായ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം ഒരു നല്ല മരണം കൊടുത്തു. ഞാൻ ഇത് പറഞ്ഞത്, എന്റെ ഉമ്മായിക്ക് അള്ളാഹു നല്ല മരണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മളും അതുപോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എന്റെ ഉമ്മായ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ ഇന്ന് വഅദ് പറയുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, എനിക്ക് എന്റെ ഉമ്മാന് കൊടുക്കാൻ, എല്ലാവരും ഉമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊടുക്കണം. എല്ലാവരും എന്റെ ഉമ്മച്ചിക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കൊടുക്കണമെന്ന ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് വഅദ് പറയാൻ കയറിയത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കണ എല്ലാവരും എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി നിങ്ങൾക്ക് നാളെ ഖബറടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും കഴിവിന്റെ പരമാവധി ഒരു യാസീൻ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു യാസീൻ ഇനി ഓതാൻ സമയമില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് അള്ളാഹുവെ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്.
ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവനെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്.